ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ക്വാർട്ടർലി എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യത്തെ 4 ചാപ്റ്റർ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഏകദേശം 12-13 മാർക്കിന് ചോദ്യം പബ്ലിക് പരീക്ഷയ്ക്ക് വരുന്നൊരു ചാപ്റ്ററാണ്. നമ്മുടെ ഈ ക്വാർട്ടർലി പരീക്ഷ ഏകദേശം 20-22 മാർക്കിൻ്റെ അടുത്ത് വരെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പാഠത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വലിയ പാഠം. അത് ആദ്യത്തെ പാഠം തന്നെ വലിയ പാഠമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. കുറേ ഇക്വേഷൻസ് ഉണ്ട്, കുറേ കൺസെപ്റ്റുകളുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാഠഭാഗത്തിലെ മുഴുവൻ കൺസെപ്റ്റുകളും ഓരോ ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നതും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ആ ക്ലാസ്സിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതും പ്രധാനപ്പെട്ട ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് പറയും. അപ്പോൾ പാഠത്തിലേക്ക് പോവാം. ശരിക്കും സമാന്തര ശ്രേണി എന്ന പാഠത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്റ്റെൻഡിന്റെ ഭാഗം, അതായത് nth ടേം, n-ാം പദം അങ്ങനെ വരുന്നൊരു ഭാഗം. രണ്ടാമത്തത് n, എത്ര സംഖ്യകളുണ്ട്, എങ്ങനെ സംഖ്യകൾ കണ്ടുപിടിക്കാം, ഒരു സമാന്തര ശ്രേണിക്കകത്ത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് എത്ര പദങ്ങളുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ തുകയുടെ ഭാഗം. എന്തായാലും അവിടെ നിന്ന് ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ആ തുകയുടെ ഭാഗം. അങ്ങനെ 3 ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സമാന്തര ശ്രേണിയെ അരിത്തമെറ്റിക് സീക്വൻസിനെ മാറ്റാം. ഈ 3 ഭാഗത്തിൻ്റെ അകത്തു നിന്നും കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ ഇക്വേഷൻസ് പഠിക്കുക. ഓരോ ഇക്വേഷനും എന്തിനാണ് ആപ്റ്റ് ആയിട്ട് കണക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, പാഠഭാഗത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സമാന്തര ശ്രേണി എന്താണ് എന്നുള്ള അറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പാഠത്തിലേക്ക് കടക്കുക എന്നുള്ള രീതിക്ക് ഒന്ന് ചെറുതായിട്ട് പറയാം എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു ഫിക്സഡ് നമ്പറിനോട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു നമ്പർ കാണും, ആ നമ്പറിനോട് ഒരു ഫിക്സഡ് നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും, ഡി, കോമൺ ഡിഫറൻസ് എന്ന് പറയും, പൊതുവ്യത്യാസം എന്ന് പറയും. ആ ആദ്യമുള്ള നമ്പറിനെ നമ്മൾ ഫസ്റ്റ് ടേം, ആദ്യ പദം എന്നും പറയും. ഇതാണ് സമാന്തര ശ്രേണി. അതായത് ഒരു നമ്പറിനോട് ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാഠഭാഗത്തിൽ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. 3 ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസും പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കിയോ, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് n-ാം പദം എന്ന ഭാഗം, അല്ലെങ്കിൽ nth ടേം, xn. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു xn കണ്ടുപിടിക്കുക. അതായത് n-ാം പദം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, nth ടേം കാണാൻ. ശരിക്കും nth ടേം കാണാൻ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് xn is equal to x1 plus n-1 into d. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ലഘൂകരിച്ച് ഒരു ചെറിയൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് നമുക്ക് എളുപ്പത്തിന് എല്ലാ കുട്ടികൾക്കും അറിയുന്നത്, ആ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് xn is equal to dn plus f minus d. ശരിക്കും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏറ്റവും നല്ല ഇത് പഠിക്കുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്താം. ശരിക്കും ഒരു ബീജഗണിത രൂപം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എല്ലാം കിട്ടും, എല്ലാ സംഭവവും കിട്ടും. അതായത് സമാന്തര ശ്രേണിയുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കണം. ഈ xn is equal to dn plus f minus d ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഒരു 2, 5, 8 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5-ന്ന് 2 കുറച്ചതായിരിക്കും, അല്ലെങ്കിൽ 8-ന്ന് 5 കുറച്ചതായിരിക്കും. അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, തേർഡ് ടേമിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും. ഈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5-ന്ന് 2 കുറച്ചാൽ 3. ഇനി ആദ്യപദം നമ്മൾ ഒന്നെങ്കിൽ x1 വെച്ചാണ് പറയുക, അല്ലെങ്കിൽ f വെച്ചാണ് പറയുക. അപ്പോൾ f എന്ന് പറയുന്ന സാധനം x1 or f1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം ഇതാ 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബീജഗണിത രൂപം xn അതെന്തായിരിക്കും, അതെന്ന് പറയുന്നത് d 3 ആണ്. അപ്പൊ 3n പ്ലസ് 2 മൈനസ് 3 ഇങ്ങനെ വരും. അതായത് 3n മൈനസ് 1. ഇങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ എന്ത് കണ്ടുപിടിക്കുക,
ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ഈ ഒരു സാധനത്തിന്റെ അകത്ത് ഇനിയിപ്പോ നമുക്ക് ബീജഗണിത രൂപം തന്നു നോക്കാം. ഈ 3n-1 എന്ന് പറയുന്ന ബീജഗണിത രൂപം നമുക്ക് തന്നു. നമ്മളോട് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യ പദവും കാണണം, പൊതുവ്യത്യാസം കാണണം. ചോദ്യം വരലുണ്ട്, ഒരു ബീജഗണിത രൂപം തന്നിട്ട് നമ്മളോട് പറയും എന്ത്, ആ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ആ അരിത്തഗണി സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ, ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറയും, ബീജഗണിത രൂപം, ആദ്യ പദം, പൊതുവ്യത്യാസം. അതായത് ഒരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ആദ്യ പദവും പൊതുവ്യത്യാസവും. അതേപോലെ തന്നെ നമുക്ക് എന്ത് തരുന്നത്, ഒരു ബീജഗണിത രൂപം, ഒരു nth ടേം തരുന്നത്. എന്നിട്ട് നമ്മളോട് എന്ത് പറയുന്നത്, അതിൻ്റെ അകത്ത് നിന്ന് ഫസ്റ്റ് ടേമും കാണണം, കോമൺ ഡിഫറൻസും കാണണം. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ xn എന്ന് പറയുന്നത് 3n-1 ആണ്. 3n-1 നമുക്ക് നമ്മളോട് പറയുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെ എന്ത് കണ്ടുപിടിക്കാം, ഇതിന്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുരൂപം, അതായത് ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപത്തിന്റെ ഒരു പൊതുരൂപം എന്ന് പറയുന്ന സാധനം an+b എന്നുള്ള രീതിക്കായിരിക്കും. an+b എന്നുള്ള രീതിക്കായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന n-ന്റെ കൂടെയുള്ള സംഖ്യ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം n-ന്റെ കൂടെയുള്ള സംഖ്യ, അതായത് പൊതുവ്യത്യാസം കാണാൻ n-ന്റെ കൂടെ ഏതാണോ സംഖ്യ ഉള്ളത് അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ n-ന്റെ കൂടെയുള്ള സംഖ്യ ഏതാ, 3. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ, d എന്ന് പറയുന്നത് 3. ഇനി ഇവിടുന്ന് നമുക്ക് ആദ്യ പദം കാണണം. ആദ്യ പദം കാണാൻ എന്ത് ചെയ്താൽ മതി, എയും ബിയും കൂടി കൂട്ടിയാൽ മതി. ആദ്യ പദം കാണാൻ എന്ത് ചെയ്താൽ മതി, എയും ബിയും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കോളെ, എയും ബിയും കൂടി കൂട്ടുന്നു. അപ്പൊ ഇവിടെ 3ഉം -1 കൂടി കൂട്ടിയാൽ എത്രയാ, 3 + -1 = 2. അങ്ങനെയാണെ ആദ്യ പദം f എത്ര കിട്ടി, 2. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും പറഞ്ഞു, അതിൻ്റെ അകത്ത് വരുന്ന ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യ പദവും കാണാം, പൊതുവ്യത്യാസവും കാണാം, ആദ്യ പദവും കാണാം, ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് കാണാം, അതിന്റെ nth ടേം കാണാം, ആൽജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഇത് നേരെ തിരിച്ചും ചോദിക്കും, ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളോട് ആദ്യ പദവും കാണാൻ പറയുന്നത്, അതേപോലെ തന്നെ എന്തും കാണാൻ പറയുന്നത്, അതിന്റെ പൊതുവ്യത്യാസവും കാണാൻ പറയുന്നത്. അപ്പൊ എങ്ങനെയാ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം, അതായത് പൊതുരൂപം എന്ന് പറയുന്നത് an+b ആണ്. a എന്ന് പറയുന്നത്, അതായത് n-ന്റെ കൂടെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായിരിക്കും. ഇനി എയും ബിയും കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആദ്യ പദം കിട്ടും. ഇവിടെ ഇപ്പൊ 3ഉം -1 ആണേ ഉള്ളത്, -1. ആ സൈന് ശ്രദ്ധിക്കണം. 3ഉം -1 കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പൊ അതാണ് എന്ത്, ഈ ശ്രേണിയുടെ, സമാന്തര ശ്രേണിയുടെ എന്ത്, ആദ്യ പദം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. ഇനി ഇവിടുന്ന് തന്നെ വേറൊരു ചോദ്യം കൂടി വരാം. അതായത് ഇതിലെ നമുക്കിപ്പോ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. നിങ്ങളോട് പറയുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു ടേം, ഉദാഹരണത്തിന് ഇപ്പോ 20ാം പദം കാണണം നോക്കും, x20 കാണുന്നു, 20ാം പദം കണ്ടെത്തണം. 20ാം പദം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, 20ാം പദം കണ്ടെത്താൻ ഇവിടെ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചില്ലല്ലോ, ആരാ, അതിന്റെ പൊതുവ്യത്യാസം, അതിന്റെ nth ടേം കണ്ടുപിടിച്ചു. നമ്മൾ അതിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിച്ചില്ലേ. ഈ ബീജഗണിത രൂപത്തിന്റെ അകത്ത് ഇവിടെയുള്ള n-ന് പകരം ഇവിടെ ആര് വന്ന്, 20 വന്നു. അപ്പൊ നമുക്ക് 20ാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള n-ന് പകരം ആരെ കൊടുത്താൽ മതി, 20 കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും, 3 × 20 - 1, 60 1 പോയാൽ 59. ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോ 20ാം പദം കിട്ടി, 59. എങ്ങനെയാ കിട്ടുന്നത്, നമ്മൾ ആ ബീജഗണിത രൂപത്തിന്റെ അകത്ത് n-ന് പകരം എന്ത് കൊടുത്താൽ മതി, 20 കൊടുത്താൽ മതി. അങ്ങനെ 20 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ശ്രേണിയുടെ എന്ത് കിട്ടും, 20ാം പദം കിട്ടും. ഇങ്ങനെ നമുക്ക് ഏത് ടേം വേണേലും കാണാം. ഇപ്പൊ 35ാമത്തെ പദമാണ് കാണേണ്ടത്, 35th ടേം ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, n-ന് 35 കൊടുത്താൽ മതി. n-ന് 35 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 35th ടേം കിട്ടും. പ്രശ്നമില്ലല്ലോ. അപ്പോ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. അതായത് എങ്ങനെ ഒരു അരിത്തമെന്റ് സീക്വൻസിന്റെ n-ാം പദം കാണാം, nth ടേം കാണാം. അത് d കാണാൻ അറിയാം, ഫസ്റ്റ് ടേം കാണാൻ അറിയാം, അതിനകത്ത് nth ടേം കാണാം, എന്നിട്ട് അതിൽ എന്ത് ചെയ്യാം, n-ന്റെ വില കൊടുക്കുക. ഇങ്ങനെ കാണാം. ഇനി ഇങ്ങനെയല്ല തന്നെന്ന് വെക്കാം, നിങ്ങൾക്കിപ്പോ ഒരു 5ാമത്തെ ടേം തന്ന്, x5 തന്ന്, എന്നിട്ട് നിങ്ങളോട് 20ാമത്തെ ടേം കാണാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും, d നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, d തന്നിട്ടുണ്ട്.
എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടേം നമ്മൾ കാണണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് കൊടുക്കുക. നമുക്ക് കാണേണ്ടത് 20-ാം പദം. 20-ാം പദം കാണാൻ 5-ാം പദം ഇവിടെ തന്നിട്ടുണ്ട്, x5 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, 5നോട് എത്ര കൂട്ടിയാൽ 20 കിട്ടും? 5നോട് 15 കൂട്ടിയാൽ 20 കിട്ടും. അപ്പോ x5നോട് എത്ര d കൂട്ടേണ്ടി വരും? 15 d കൂട്ടേണ്ടി വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 20-ാം പദം കാണാം. ഇതേപോലെ തന്നെ നമുക്ക് 1-ാം പദം കാണണം നോക്കാം. ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണണേ ഇതുപോലെ തന്നെ ചെയ്യാം. 5-ാം പദം തന്നിക്കല്ലോ, 5ന്ന് എത്ര കുറച്ചാ 1 കിട്ടും? 4 കുറച്ചാ 1 കിട്ടും. അപ്പൊ 4d കുറച്ചാൽ മതി. ഇങ്ങനെ ഏത് ടേമിനെയും വേറൊരു ടേം വെച്ച് നമുക്ക് കണ്ടെത്താം. അതിനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞത്, xn is equal to x1 plus n minus 1 into d. അതിൻ്റെ അകത്താണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത്, xm is equal to xn plus m minus n into d. ഇത് നമ്മൾ അങ്ങനെ ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കലില്ല, പക്ഷെ ഇതാണ് സംഭവം. കാരണം ഇവിടെ 20-ാം പദം കാണണമെങ്കിൽ 5-ാം പദത്തിനോട് 20 കുറച്ച് d ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്ഷനാണ്, n-ാം പദം വരുന്ന ഫസ്റ്റ് സെക്ഷനാണ്. ഓക്കെ, ഇത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദ്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ നമുക്ക് നമ്മളോട് ഒരു ഏതെങ്കിലും ഒരു nth ടേം തരും. ഉദാഹരണത്തിന് 3n+2 ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. 3n+2 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. A ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നാൽ ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടെത്തുക. അങ്ങനെയായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നാൽ ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അത് ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമില്ല. 3n+2 ഇതാണ് നമുക്ക് തന്നത്. 3n+2 ആണെങ്കിൽ n-ന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാ? 3 ആണ്. ആ 3 എന്തായിരിക്കും? ശ്രേണിയുടെ പൊതുവ്യത്യാസമായിരിക്കും. ഇനി 3ഉം 2ഉം കൂടി കൂട്ടിയ 5 എന്താണ്? ശ്രേണിയുടെ എന്താണ്? 3+2 എന്ന് പറയുന്ന ശ്രേണിയുടെ ആദ്യ പദമായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങളോട് പറയുന്ന ഒരു 20-ാമത്തെ ടേം കാണാൻ പറയും, 20th ടേം കാണാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ n ഉള്ളത് 20 കൊടുക്കുക. അപ്പൊ 3 × 20 + 2 എന്നാണ്. അപ്പൊ 3 × 20 എന്ന് പറഞ്ഞാൽ 60, 60 + 2 62. ഇതൊരു 3 മാർക്കിനോ അല്ലെ 2 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അധിക പരീക്ഷാ പേപ്പറിൽ നമ്മൾ ഇത് കാണലുണ്ട്. അപ്പോ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ തന്നെ ശ്രേണി തന്ന് ഇവിടെ ഇപ്പൊ ഞാൻ 2, 5, 8 എന്നുള്ളത് തന്നെ, അതുപോലെ 3, 7 അങ്ങനെ വരുന്ന ഒരു സാധനം, 3, 4, 7, 7, 4, 11 അങ്ങനെ വരുന്ന ഒരു ശ്രേണി, 3, 7, 11 എക്സെട്ര എന്ന് പറയുന്ന ഒരു ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാൻ? ശ്രേണിയുടെ ആദ്യ പദം പൊതുവ്യത്യാസം. അത് നമുക്ക് അതിനകത്ത് നോക്കി എഴുതാം അല്ലെ. 3 ആയിരിക്കും ആദ്യ പദം, ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4. ഇനി ഇതിന്റെ ബീജഗണിത രൂപം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. dn + f - d. d എന്ന് പറയുന്നത് എത്രയാ? 4. അപ്പൊ 4n + f 3 - 4 -1. അപ്പൊ 4n - 1 എന്ന് വരും. പ്രശ്നമില്ലല്ലോ. ആദ്യ സെക്ഷൻ ഇതാണ്. ഇനി അടുത്ത സെക്ഷൻ, പ്രധാനപ്പെട്ട സെക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ 2 ടേം തരും നമുക്ക്. 2 ടേം തരും. 2 ടേം എന്ന് പറയുന്നത് എങ്ങനാ? ഉദാഹരണത്തിന് 5-ാമത്തെ ടേം തന്നിരിക്കുന്നു നിങ്ങൾക്ക്, x5 തന്നിക്ക്. x5 എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21. x5 തന്ന് 21. 5-ാം പദം 21. 5th ടേം ഈസ് 21. അതേപോലെ തന്നെ ഒരു 11-ാം പദവും തന്നു. 11-ാം പദം എന്ന് പറയുന്നത് 45. 45. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പൊതുവ്യത്യാസം കണ്ടെത്തണം. A ക്വസ്റ്റ്യൻ എന്താണ്? പൊതുവ്യത്യാസം കണ്ടെത്തണം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പദം കണ്ടെത്തണം, f കാണും. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? xn ആണ്, nth ടേം കാണും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കോ, ക്വാർട്ടർലി എക്സാമിന് 3 മാർക്കിന് ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും ഉണ്ട്. നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതായത് ഒരു 2 ടേം തരും. 5th ടേം 21, 11th ടേം 45, ഏത് വേണേ ആവാം. എന്നിട്ട് നമ്മളോട് എന്ത് പറയുന്നു? ഇവിടെ ഡി കാണാൻ പറയുന്നു, എഫ് കാണാൻ പറയുന്നു, xn കാണാൻ പറയുന്നു. 3 മാർക്ക്. നോക്കിക്കോ, ഇവിടെ നമ്മൾ അടുത്ത ഇക്വേഷൻ പരിചയപ്പെടുക. ഡി കാണാൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഇങ്ങനെയാ പറയാ, TD/PD. TD/PD. TD എന്ന് പറഞ്ഞാൽ എന്താ? ടേം ഡിഫറൻസ്. PD എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. എങ്ങനെയാ ചെയ്യാൻ നോക്കിയോ?
ഇവിടുത്തെ വലിയ സംഖ്യ 45 അല്ലേ, 11ാം പദം 45. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 45 മൈനസ് 21 ബൈ, ഇനി പൊസിഷൻ 11 മൈനസ് 5. 45 21 പോയാൽ 24/6. ആൻസർ 4 എന്ന് കിട്ടും. അതായത് ഡി എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാ, 4. ഇതെന്തായാലും ചോദിക്കുക, എന്തായാലും പഠിക്കണം. ഡി എന്ന് പറയുന്നത് TD/PD, അങ്ങനെ തന്നെ പഠിച്ചോളാം. അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, രണ്ട് ടേം തരുമ്പോൾ x5 21 x11 45 ഇങ്ങനെ ഉണ്ടാകാം. mth ടേം ഈസ് n, അതുപോലെ തന്നെ വേറൊരു ടേമും തരും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളോട് എന്ത് കാണാൻ പറയും, TD/PD കാണാം. ഇനി ഇതിന്റെ അത് എങ്ങനെ നമ്മൾ ആദ്യ പദം കാണുക, ഫസ്റ്റ് ടേം കാണുക. ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ, നമുക്ക് ഡി കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ടേം തന്നിക്കണം, 5 തന്നിക്കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു x1 കാണാൻ x5 തന്നിക്ക് ഡിയും തന്നിക്ക്, എന്ത് ചെയ്താൽ മതി, x5 എന്ന് 4d മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്താവും, x5 എന്ന് പറയുന്നത് 21 ആണ്. 21 മൈനസ് 4 × 4 ദാറ്റ് ഈസ് 21 മൈനസ് 16. ആൻസർ എത്ര, 5. അപ്പൊ നമുക്ക് ആദ്യ പദവും കിട്ടിയില്ലേ, ആദ്യ പദവും കിട്ടി, പൊതുവ്യത്യാസവും കിട്ടി. നമുക്ക് എന്ത് കാണാം, ബീജഗണിത രൂപം കണ്ടൂടെ, അതിന്റെ nth ടേം കണ്ടൂടെ, സിമ്പിൾ അല്ലേ. എന്താ ആക്കിയാൽ മതി, xn ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാ dn പ്ലസ് f മൈനസ് d, അതിൽ കൊടുക്കുക. d എന്ന് പറയുന്ന 4 ആണ്, 4n പ്ലസ് f 5 ആണ്, 5 മൈനസ് 4. ആൻസർ എത്ര കിട്ടും, 4n പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ഇനി ഇവിടെ വരുന്നൊരു സ്പെഷ്യൽ ടൈപ്പ് കേസ് ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. ചില കൊല്ലങ്ങളിൽ ചോദിക്കലുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചോദ്യം വരും, x5 ഈസ് ഈക്വൽ ടു 20, x20 ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ തന്നെ. ഇതിനൊരു പ്രത്യേകത കാണിച്ചോ, ഫിഫ്ത്ത് ടേം 20, 5ാം പദം 20, 20ാം പദം 5. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എന്നോട്ടില്ലേ. അങ്ങനെയുള്ള ടേം ആണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, അതിന്റെ പൊതുവ്യത്യാസം എപ്പോഴും -1 ആയിരിക്കും. അതായത് കോമൺ ഡിഫറൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 11 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തരാം 25 അല്ലേ. x 25ാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. x 25 എന്ന് പറയുന്നത് എപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. പ്രശ്നമല്ലല്ലോ. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം -1 ആയിരിക്കും, 25ാം പദം 0 ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെയാ പറയാ, അതായത് mth ടേം n, xm ഈസ് ഈക്വൽ ടു n ആൻഡ് xn ഈസ് ഈക്വൽ ടു m. mth ടേം n ഉം nth ടേം m ഉം അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് -1. xm പ്ലസ് nth ടേം ഈസ് 0. nth term is m and mth term is n, then m plus nth term is 0. അതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, -1 ആയിരിക്കും. ഈ ഒരു സാധനം അവിടെ പഠിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെറിയൊരു ഭാഗം, അതായത് നമ്മൾ എന്തെല്ലാം പറഞ്ഞു, ഫസ്റ്റ് ടേം എങ്ങനെ കാണാമെന്ന് പറഞ്ഞു, കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു, nth ടേം എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ. ഇനി 2-3 സ്പെഷ്യൽ കാര്യങ്ങളുണ്ട് ഒരു ഭാഗത്ത്. നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഒരു നമ്മൾ അധികാരം അങ്ങനെ പറഞ്ഞു കേൾക്കാത്തൊരു ടോപ്പിക്കാണ്, എന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട സാധനം ഇതാണ്. ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് എ ബി സി ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. എ ബി സി എന്ന് പറയുന്ന 3 എണ്ണം അരിത്തമെറ്റിക് സീക്വൻസിന്റെ അകത്തുള്ള 3 ടേമാണ്, അടുത്തടുത്തുള്ള 3 ടേം. അങ്ങനെയാണെങ്കിൽ ബി കാണാൻ എന്ത് ചെയ്താൽ മതി, a+c/2 ചെയ്താൽ മതി. എയും സിയും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് എവിടെയാ ചോദ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, x-5 6 2x + 5. ഇത് 3 എണ്ണം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 3 ടേമാണ്. നിങ്ങളോട് ഇതിന്റെ എക്സ് കാണാൻ പറയുന്നു. എങ്ങനെ ചെയ്യും? ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പല കുട്ടികൾ അവിടെ ഇട്ടേക്കും. കാരണം ഇങ്ങനെ എക്സ് എന്ന് പറഞ്ഞ സാധനയെ നമ്മളെന്ത് കണ്ടിക്കില്ല, സമാന്തര ശ്രേണീൻ്റെ അത് കണ്ടിക്കില്ല. പക്ഷെ നമ്മളിത് പഠിക്കണം. നോക്കിക്കോ, അപ്പൊ അവിടെയാണ് നമ്മൾ ഈ b is equal to a+c/2 എന്ന സാധനം ഉപയോഗിക്കുന്നത്. ഇതാണ് b, ഇത് a, ഇത് c. അപ്പൊ 6 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി ആഡ് 2 കൊണ്ട് ചെയ്താൽ മതി. അപ്പൊ x-5 + 2x + 5/2. 2 ഇങ്ങോട്ടും വരൂലേ. അപ്പൊ 12 is equal to x + 2x 3x -5 + 5 0 ആയി. അപ്പൊ 12ന്റെ വില 3x ആണ്, എക്സിന്റെ വില എന്താ, 4 ആണ്. 12 is equal to 3x ആണെങ്കിൽ എക്സിന്റെ വില എന്താണ്, 4 ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിന്റെ ഭാഗത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസ് കിട്ടും. സീക്വൻസ് എങ്ങനെ കിട്ടും? 4 - 5 - 1 6 2 × 4 8 + 15 13. അപ്പൊ ഇതാണ് ഇതിന്റെ സീക്വൻസ്. ഇത് ഈ ഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. കാരണം കുറച്ച് അഡ്വാൻസ് ലെവലാണ്, ഒരു A+ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതാണ് സംഭവം. ABC അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ B = A + C/2 ആയിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഭാഗത്ത് തന്നെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഉദാഹരണത്തിന് 2 5 8 എക്സെട്ര. നമ്മൾ നേരത്തെ എടുത്ത അതേ സമാന ശ്രേണി എടുക്കുക, 2 5 8 എക്സെട്ര. നമ്മളോട് ചോദിക്കുന്നത് 101 ഈസ് എ ടേം ഇൻ ദ സീക്വൻസ്. 101 ഈ സീക്വൻസിലെ ഒരു പദമാണോ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം സിമ്പിളാ, പല മെത്തേഡ് ഉണ്ടാവും, എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിന്റെ ഡി കണ്ടുപിടിക്കാം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഡി എത്ര? എവിടെ? 5 ന്ന് 2 കുറച്ചാൽ ഡി 3. നമ്മൾ ഡി എടുത്തിട്ട് ഈ സീക്വൻസിലുള്ള ഏതെങ്കിലും ടേമിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 5നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുന്നത് ഒരു പ്രാവശ്യം. ഇതിന്റെ റിമൈൻഡർ ശിഷ്ടം എത്രയാ? 2. ഈ സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ പൊതുവ്യത്യാസം കൊണ്ട് ഈ സമാന്തര ശ്രേണിയിലുള്ള ഏത് ടേമിനെയും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ റിമൈൻഡർ എപ്പോഴും എത്രയായിരിക്കും? 2 ആയിരിക്കും. നമ്മൾ എപ്പോഴും അതിന്റെ റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 101 ടേം ആണോ നോക്കാൻ, 101 ടേം ആണോ നോക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 3 3 9 11, വീണ്ടും 3 11. ഓക്കെ, 9 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ 101 എന്താണ്? ഇതിലൊരു ടേം ആണ്. ഇങ്ങനെയാണ് ഇത് നോക്കാം. വേറൊരു ചോദ്യം, ഇതിലെ ഏതെങ്കിലും ടേംസിന്റെ തുക അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം, ഇതിലെ ഏതെങ്കിലും ടേമിന്റെ വ്യത്യാസം, ഡിഫറൻസ് ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് 100 ആവുമോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. 100 ആവുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ടേമിന്റെ ഡിഫറൻസ് 100 ആവുമോ? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ആലോചിച്ച് നോക്കുക. 100 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 100 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, 100 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്തായി വരികയില്ല? 100 ആയി വരികയില്ല. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏത് സംഖ്യ വേണേലും വ്യത്യാസമായിട്ട് വരാം. കാരണം നിങ്ങൾ നോക്കിയോ, 5 ന്ന് 2 കുറച്ചാൽ 3, 8 ന്ന് 2 കുറച്ചാൽ 6, അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ നമുക്ക് എന്തായി കിട്ടും? കാരണം ഡി എന്ന് പറയുന്നത് 3 ആണല്ലോ. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അവിടെ വരിക. അപ്പൊ പൊതുവ്യത്യാസത്തിന്റെ ഗുണനഫലം മാത്രമേ എന്തായിട്ട് വരൂ? അതിന്റെ വ്യത്യാസമായിട്ട് വരും. അക്കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് nth ടേം എന്ന് പറയുന്ന ആദ്യ സെക്ഷനിൽ പഠിക്കാനുള്ളത്. nth ടേം. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. n എന്ന് പറഞ്ഞ സാധനം, എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന കാര്യം. ഓക്കെ, അടുത്ത ഭാഗമാണ് n. അതായത് ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സംഭവം. അതിന് പൊതുവേ ആരും അങ്ങനെ പറയാത്തൊരു സാധനമാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. n കാണാൻ xn - x1/d+1. n കാണാൻ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിന്റെ അകത്ത് അതിന്റെ xn കൊടുത്തിട്ട് n കാണണമെങ്കിൽ കണ്ടുപിടിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കേണ്ട കണക്കുകൾ വേറെയാണ്. അതാണ് പറയാൻ കാരണം. അപ്പോൾ ഒരു ചോദ്യം 1 മുതൽ അല്ലെങ്കിൽ 3ന്റെ ഗുണിതമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 3ന്റെ ഗുണിതമായ എത്ര? ഹൗ മെനി 2-digit numbers are divisible by 3? അങ്ങനെയുള്ള ഒരു ചോദ്യമാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക, 3ന്റെ ഗുണിതമായിട്ടുള്ള ആദ്യത്തെ രണ്ടക്ക സംഖ്യ ഏതാ? അപ്പോൾ നമ്മൾ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് 2-digit number which is divisible by 3, that is 12. അപ്പോൾ x1 നമ്മൾ എന്തായിട്ട് എടുത്ത്? 12 ആയിട്ട് എടുത്ത്. അത് ഫസ്റ്റ് 3ന്റെ മൾട്ടിപ്പിൾ. ഇനി ലാസ്റ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആയ 2-digit number 99. ഡിന്റെ മൾട്ടിപ്പിൾ 3 ആയതുകൊണ്ട്, 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസിന്റെ അകത്ത് എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനോ? എങ്ങനെയാ കൊടുക്കുക? നമ്മൾ ഇവിടെ ഇതങ്ങ് കൊടുത്താൽ മതി. xn 99 - 12/3+1. അപ്പൊ എന്ത് കിട്ടും? 99 12 മൈനസ് ചെയ്താൽ 87/3+1. 87/3 എന്ന് പറഞ്ഞാൽ 29 + 1 = 30. 30 നമ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പല ചോദ്യങ്ങൾ വരലുണ്ട്. അതായത് 3-digit numbers. ഇപ്പൊ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന എത്ര 3-digit numbers ഉണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ 3-digit number കണ്ടുപിടിക്കാം. ഏതാദ്യത്തെ 3-digit number? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
രണ്ട് റിമൈൻഡർ കിട്ടുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കാണും. അതേപോലെ ലാസ്റ്റും കാണും. എന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോൾ എന്തായിരിക്കും? ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് അതിന്റെ എന്ത്? ഡി. എന്നിട്ട് ഇക്വേഷനകത്താൻ കൊടുത്താൽ മതി. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സമ്മിന്റെ ഭാഗത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n is equal to xn minus x1 by d plus 1. പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അതായത് 3ന്റെ എത്ര 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഉണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ പ്രശ്നം വരികയെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാൽ നമ്മൾ ആദ്യത്തെ സംഖ്യനെ എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് x1 കണ്ടുപിടിക്കുക. ലാസ്റ്റ് നിന്ന് കുറച്ച് സംഖ്യകൾ എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കുക, ലാസ്റ്റ് നമ്പർ കാണുക, എന്നിട്ട് അതിനകത്തും കൊടുത്താൽ മതി. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഏകദേശം പാഠത്തിന്റെ പകുതി വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇക്വേഷൻസും നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്ന കാര്യം, അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ സമ്മിന്റെ അല്ലെങ്കിൽ തുകയുടെ സെക്ഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 കേസ് പറഞ്ഞോളാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ്. ഉദാഹരണത്തിന് ഒരു 5 ടേമിന്റെ സമ്മ് തുക തരും. എന്നിട്ട് നമ്മളിവിടെ അതിനകത്ത് ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കാൻ പറയുന്ന ടേമിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ്. അപ്പോൾ നമുക്ക് ആദ്യം ഓഡിന്റെ കേസ് എന്താണെന്നുള്ളത് നോക്കാം. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ പറയാം. SY, അതായത് 5 ടേമിന്റെ സമ്മ്. 5 ടേമിന്റെ സമ്മ് നിങ്ങൾക്ക് 100 ആണ് എന്ന് തന്നു. 5 ടേമിന്റെ സമ്മ് 100 ആണ്. നിങ്ങളോട് കാണാൻ പറയുന്നത് തേർഡ് ടേം ആയിരിക്കും. തേർഡ് ടേം. ഈ തേർഡ് ടേമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 5 ടേമുകളിൽ മിഡിൽ വരുന്ന ആളാരാണ്? തേർഡ്, നടുവിൽ വരുന്ന ആള്, മിഡ് ടേം. 5 ടേമിന്റെ മിഡ് ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. ഈ മിഡ് ടേം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ. മിഡ് ടേം ഈക്വൽ ടു സം ബൈ നമ്പർ. മിഡ് ടേം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. അപ്പൊ നോക്കിയോ, തേർഡ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? സം എത്രയാ? 100. 100/5 20. ഇത് പഠിച്ചു വെക്കണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് സാധനം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണ് പൊതുവെ ഇവരെ കാണൽ. അപ്പോ ഓഡ് നമ്പർ ഓഫ് ടേം ആണെങ്കിൽ അതിന്റെ മിഡ് ടേം കാണാം. 5 ആവുമ്പോൾ 3, 7 ആവുമ്പോൾ 4, 9 ആവുമ്പോൾ 5. അങ്ങനെ സംഭവം പഠിച്ചു വെക്കുക. ആ മിഡ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? എത്രയാണോ സമ്മ് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, ഇപ്പോൾ 5ന് വരെ ഞാൻ 6 എടുത്തെന്ന് വെക്കും. 6, അപ്പോൾ 6 ടേമിന്റെ സമ്മ് 90. വേറൊരു കണക്കാണ്. 6 ടേമിന്റെ സമ്മ് 90. ഇവിടെ നോക്കിയോ, 6 ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. ഇതാണ് 90. ഇവിടെ മിഡ് ടേം ഉണ്ടോ? ഈവൺ നമ്പേഴ്സിന്റെ കേസിൽ മിഡ് ടേം എന്ന് പറഞ്ഞാൽ 2 ആളാണ്. അതാ ഇവര് 2 ആള് വരും. ഇതൊരു പെയറാണ്. ഇവിടെ നമ്മൾ പെയർ സം എന്നാ പറയാം. പെയർ സം, ജോഡിയുടെ സം. അപ്പോൾ ഒരു പെയർ ഇത്, ഒരു പെയർ ഇത്, ഒരു പെയർ ഇത്. അതായത് എത്ര ടേം ഉണ്ടോ അതിന്റെ പകുതി ജോഡികൾ ഉണ്ടാവും. അതിന്റെ ഹാഫ് നമ്പർ ഓഫ് പെയർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 പെയറിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. 3 പെയറിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അതായത് 3 പെയറിന്റെ സമ്മ് 90 ആണ്, എല്ലാം ഈക്വൽ ആണ്. അപ്പൊ ഒരു പെയറിന്റെ സമ്മ് എത്രയായിരിക്കും? ഉദാഹരണത്തിന് ഇപ്പൊ x1 പ്ലസ് x6 ഒരു പെയറ്, x2 പ്ലസ് x5 വേറൊരു പെയറ്, x3 പ്ലസ് x4 വേറൊരു പെയർ. ഈ 3 പെയറിന്റെ സമ്മ് ഈക്വൽ ആണ്. 3 പെയറും കൂടി കൂട്ടിയാൽ 90 കിട്ടണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ഓഫ് പെയർസ്. ഇവിടെ എന്താ വരിക? പെയർ സമ്മ് കാണാൻ പെയർ സം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് പെയർസ്. അപ്പൊ എത്ര വരും? 90/3 പെയർ. 90നെ 3 പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 90/3. ഓരോ പെയറും 30 ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടേം തരും, x1 x5 ഏതെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഇവിടുത്തെ കണക്ക്. അതായത് ഇവിടെ ഇപ്പോൾ x1 നിങ്ങൾക്ക് 10 തന്നാൽ x6 എത്രയായിരിക്കും? 20 ആയിരിക്കും. x1 10 തന്നാൽ x6 എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? കോമൺ ഡിഫറൻസ് കാണാം. എങ്ങനാ കോമൺ ഡിഫറൻസ് കാണാം? എങ്ങനാ? നമ്മൾ നേരത്തെ ഡിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേനോ? d is equal to t
TD by PD എന്ന് പറഞ്ഞ സംഭവം പഠിച്ചില്ലായിരുന്നോ? അവിടെ കൊടുക്കുക x6 20, അപ്പൊ 20 - 10 by 6 - 1, അപ്പോ 10/5. D ആണ് എന്ത്, സോറി D എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഇങ്ങനെ ചെയ്യാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കണക്ക്. അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 5 പദങ്ങളുടെ തുക 100 ആണെങ്കിൽ നിങ്ങളുടെ A ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 3-ാം പദം എത്രയാണെന്നായിരിക്കും ചോദ്യം. ഇനി പെയർ സം ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, അപ്പോ 6 പദങ്ങളുടെ തുക 90 ആണ്. A ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 1-ാം പദത്തിന്റെയും 6-ാം പദത്തിന്റെയും തുക എത്ര. B ക്വസ്റ്റ്യൻ 1-ാം പദം ഇത്രയാണ് എങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം എത്ര, ബാക്കി ശ്രേണിയിലെ പദങ്ങളുടെ പദങ്ങളുടെ ടേംസ് ഏതെല്ലാം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അപ്പോൾ ഇതാണ് ആ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട, ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. മൊത്തത്തിൽ ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവസാനം എല്ലാ കൺസെപ്റ്റും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ പറയും. അപ്പോൾ ഇതാണ് രണ്ട് കാര്യം. അതായത് മിഡ് ടേം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പറും പെയർ സം ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് പെയർസ്. പ്രശ്നമില്ലല്ലോ, പ്രധാനപ്പെട്ട ഭാഗം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 5 ഇക്വേഷൻ പഠിക്കാനുണ്ട്. സമ്മിന് ഒരു 3 ഇക്വേഷനും, പിന്നെ അതേപോലെ തന്നെ 5 അല്ല 6 എണ്ണം, 3 സമ്മിനും, അതേപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ഈവൺ നമ്പേഴ്സിന്റെ സമ്മ്, പിന്നെ ഒരു കൺസെപ്റ്റ്. ഇത്രയാണ് പാഠഭാഗത്തിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട സം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, നമ്മുടെ സമ്മിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ സത്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, അത് വെച്ചെല്ലാം ചെയ്യാം. പക്ഷേ ഓരോന്ന് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളയേണ്ടി വരും. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും വരുന്നതിനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. അതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഡയറക്റ്റ് നമ്മളെ സാധനം അങ്ങ് പഠിച്ചാൽ മതി. എന്തിനാണ് ആ ഇക്വേഷൻ എന്നുള്ള മനസ്സിലാക്കുക. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതങ്ങ് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സമ്മ് കാണാനുള്ള മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് S is equal to n/2 into x1 plus xn. സമ്മ് കാണാൻ Sn is equal to n/2 into x1 plus xn. ഇത് എവിടെയാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്. ആദ്യ പദവും അവസാനം പദവും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇത്ര ടേമിന്റെ സമ്മ് കാണണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ടേം, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊന്ന് എടുക്കുക, ഒരരിത്തമെന്റ് സീക്വൻസ്. ഇപ്പം അതിന്റെ x1 എന്ന് പറയുന്നത് 6 ആണ്. x1 6 ആണ്. x20 20ാമത്തെ ടേം എന്ന് പറയുന്നത് 82 ആണ്. 20ാമത്തെ ടേം 82. ഇത് രണ്ടും തന്നില്ല. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇതിന്റെ 20ാമത്തെ ടേം കാണാൻ 20 ടേമിന്റെ സമ്മ് കാണാൻ പറയും. അപ്പൊ എന്ത് ചെയ്താൽ മതി, Sn is equal to n 20 ആണല്ലോ, 20/2. x1 എത്രയാ 6, x20 എത്രയാ 82. അപ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ 10ഉം ഇത് 88. അപ്പൊ ആൻസർ 880 880 എന്ന് കിട്ടും. ഇത് ഒരു ടൈപ്പ്. ഇത് ഏത് ചോദ്യം വന്നാലും നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ഫസ്റ്റ് ടേം കാണാൻ അറിയാം, n കാണാൻ അറിയാം, ഡയറക്റ്റ് കൊടുക്കാം. പക്ഷേ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്താൽ എളുപ്പം, ഡയറക്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, പഠിക്കാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ Sn is equal to ഇതുപോലെ തന്നെ n/2 into 2f plus n-1 into d. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രേണി മാത്രം തരുന്നു, സീക്വൻസ് മാത്രം തരുന്നു. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ആ ഇക്വേഷൻ കണ്ടെത്താൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ 2, 5, 8 എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ Sn കാണാൻ വേഗം കഴിയും. നമ്മളോട് പറയുന്ന ഒരു 20 ടേമിന്റെ സമ്മ് കാണാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, n-ന് 20 കൊടുക്കുക, 20/2 2 ഇൻറ്റു ആദ്യ പദം എത്രയാ 2 പ്ലസ് 20 - 1 19 ഇൻറ്റു d എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. d എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ 20/2 എന്ന് പറയുന്നത് 10ഉം 4 പ്ലസ് 19 ഇൻറ്റു 3 എത്രയാ 19 ഇൻറ്റു 3 57. സോ ദ ആൻസർ ഈസ് 57 4 61 61 10 610. ഇതാണ് രണ്ട് ടൈപ്പ്. അതായത് നമ്മളോട് സമ്മ് കാണാൻ പറഞ്ഞാൽ ഇത് രണ്ടും ഉപയോഗിച്ചാൽ മതി. ഇനി പ്രധാനപ്പെട്ട ഒരാളുണ്ട്, അതായത് തുകയുടെ ബീജഗണിത രൂപം. ഫൈൻഡ് ദ സം ടു n ടേംസ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ദ സം ടു n ടേംസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അതിന് നമുക്ക് വേറൊരു ഇക്വേഷൻ വളരെ എളുപ്പമാണ്. പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ xn-ന്റെ ആൾജിബ്രിക് ഫോം കാണും, എന്നിട്ട് ഇതിനകത്ത് കൊടുത്ത് ഇങ്ങനെ സൊല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകും. ഭയങ്കര പ്രശ്നമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഇതിങ്ങനെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കും. ശ്രദ്ധിക്കുക, നോക്കിക്കോളാം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
Sn is equal to d by 2n square plus f minus d by 2n. അപ്പൊ ആ 2, 5, 8 അല്ലെങ്കിൽ 3, 7, 11 എന്ന് പോകുന്ന ഒരു സമാന്തര ശ്രേണി നമ്മളോട് പറയുന്നത് ഇതിന്റെ സമ്മിന്റെ അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടുത്തെ d എത്രയാ? 4 ആണ്. f എത്രയാ? 3 ആണ്. അപ്പൊ നോക്കിക്കോ, ഞാൻ ഇതിനകത്ത് സമ്മിന്റെ ഇത് കാണുന്നത് നോക്കിക്കോ. ഡിക്ക് 4 കൊടുക്കുക. അപ്പൊ 4/2 n സ്ക്വയർ പ്ലസ് 3 മൈനസ് 4/2 n. അപ്പോൾ 4/2 n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2n സ്ക്വയർ പ്ലസ് 3 2 പോയാൽ n. അപ്പോൾ 2n സ്ക്വയർ പ്ലസ് n. ഇതാണ് ഈ സമ്മിന്റെ എന്ത് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഫൈൻഡ് ദ സം ടു n ടേംസ്. അങ്ങനെ 3 ഇക്വേഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കാം. ഇത് ഓരോന്ന് എന്തിനാണെന്നുള്ള പഠിക്കണം. ആദ്യം പഠിച്ചത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ, ഇത് സീക്വൻസ് തന്നാൽ, ഇത് നമുക്ക് എന്ത് കാണണം, അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണണം. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻ കൂടി ആയാൽ എന്തായി, സമ്മിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ നേരത്തെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് പറഞ്ഞു an പ്ലസ് ബി ആണെന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ Sn ന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് Pn സ്ക്വയർ പ്ലസ് Qn ആണ്. എന്താണ് അപ്പോൾ ഈ പിയും ക്യൂവും അല്ലേ? പി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാന്നാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണാം, ഫസ്റ്റ് ടേം കാണാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് മാത്രം തന്ന് എന്നിട്ട് ഇങ്ങോട്ട് പറയുന്നത് ഇതിന്റെ കോമൺ ഡിഫറൻസും കാണണം, ഫസ്റ്റ് ടേമും കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, പി എൻ സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാണോ അതിന്റെ ഡബിൾ എടുക്കുക, അതായത് അതിനെ 2 കൊണ്ട് ഗുണിക്കുക. ആൻസർ 2p. കോമൺ ഡിഫറൻസ് കാണാൻ 2pയും ഫസ്റ്റ് ടേം കാണാൻ പിയും ക്യൂവും കൂടി ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ടേം കാണാൻ പിയും ക്യൂവും കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇതാണ് ഇത് പ്രധാനപ്പെട്ട സാധനം കേട്ടോ. കാരണം പൊതുവേ ഇപ്പം പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് ചോദിച്ചു വരുന്ന സാധ്യതയുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തരും, അതായത് Sn is equal to 2n square plus 3n. Sn is equal to 2n square plus 3n ആണ്. d ചോദിച്ചാൽ പറഞ്ഞോ മക്കളെ, d ചോദിച്ചാൽ n-ന്റെ കൂടെ വരുന്ന സംഖ്യയുടെ ഇരട്ടി, 2ന്റെ ഇരട്ടി എത്രയാ, n സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യയാണ്. n സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യയുടെ ഡബിൾ, 2ന്റെ ഡബിൾ എത്രയാ, 4. ഇനി ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, 2ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും, 5. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇതാണ് പാഠഭാഗം. ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ അത് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു 3 ഇക്വേഷൻ കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഒന്ന് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്. നാച്ചുറൽ നമ്പേഴ്സ് അതായത് ഇങ്ങനെ 1 + 2 + 3 + എക്സെട്ര പ്ലസ് n. ഒന്നൊന്ന് തുടങ്ങണേ, എന്നാലും നമുക്ക് കാണാനോ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n + 1/2. n × n + 1/2. ഇനി അടുത്ത് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 + 3 + 5 + എക്സെട്ര പ്ലസ് ഇങ്ങനെ പോകും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പൊ 99 ആണെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും, 99 നമ്പേഴ്സ് ഉണ്ടാവില്ല. 99 + 1 100ന്റെ പകുതി 50 നമ്പേഴ്സേ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. അപ്പോൾ ഇതിന്റെ വരി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 50 സ്ക്വയർ. 50 സ്ക്വയർ. ഇനി ഈവൺ നമ്പേഴ്സിന്റെ കേസും അങ്ങനെ തന്നെ. ഇക്വേഷന്റെ മാത്രം ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ n സ്ക്വയർ പ്ലസ് n എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഉണ്ടാകുക, 2 + 4 + 6 + എക്സെട്ര പ്ലസ് 100 ആണെങ്കിൽ 100 വരെ 50 ഈവൺ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 50 അത് എത്രയാണോ അതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗത്തിന്റെ അതുള്ള പ്രധാന കൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു ചാർട്ട് ഉണ്ടായി തരാം, അതായത് മുഴുവൻ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒരു ചാർട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിനെ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു 3 സെക്ഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നോക്കിക്കൊള്ളുക. ഒന്ന്, നമ്മുടെ ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ xn = dn + f - d, അല്ലെങ്കിൽ xn = x1 + n - 1 × d. ഏറ്റവും നല്ല ഇത് പഠിക്കുന്നതാണ്. ഇത് വെച്ച് നമുക്ക് ഏത് കണക്കും ചെയ്യാം. ഇതൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് xm = xn + m - 1 × d. അതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ാമത്തെ ടേം കാണണം, 5ാമത്തെ ടേമും ഡിയും തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, x20 = x5 + 20 - 5 × d. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, ആ രീതിക്കാണ്. ഇനി ഡി കാണാൻ എന്ത് ചെയ്യാം,
ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് വരുന്ന കണക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ്, അതെന്തായാലും പഠിക്കും. ഇനി ഇത് നമ്മൾ ഒരു എക്സ്ട്രാ സാധനം പറഞ്ഞാണ്, എ ബി സി അരിത്തമെന്റ് സീക്വൻസിലാണെങ്കിൽ ബി കാണാൻ എന്ത് ചെയ്താൽ മതി, a+c/2 ചെയ്താൽ മതി. പിന്നെ അവിടെ നമ്മൾ എഴുതാത്തൊരു സംഭവം ഉണ്ട്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫോം പൊതുരൂപം എന്ന് പറയുന്ന n+b ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ആയിരിക്കും. എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാണോ അതാണ് ഡി. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, ആദ്യ പദം കാണാൻ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇനി n എന്ന് പറയുന്ന സാധനം n കാണാൻ xn - x1/d+1. പിന്നെ സമ്മ് കാണാൻ മിഡ് ടേമിന്റെ കേസ് പെയർ സം. മിഡ് ടേം വരുന്ന എവിടെയാ, ഓഡ് നമ്പർ വരുമാനെ ഒറ്റ സംഖ്യകൾ നമ്പർ ആയിട്ട് വരുമ്പോഴാണ് മിഡ് ടേം കാണുക. ഈവൺ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെയർ സം ആണ് ചെയ്യേണ്ടത്. ഈവൺ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പെയർ സം ആണ് ചെയ്യേണ്ടത്. പെയർ സം കാണാൻ സം ബൈ നമ്പർ ഓഫ് എസ്. ഇവിടെയൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമ്മ് കാണാൻ 3 ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ എന്തിനുള്ളതിനും, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, ആദ്യ പദവും അവസാന പദവും എന്നും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തിനുള്ളതാ, ഫസ്റ്റ് ടേം നമുക്ക് ശ്രേണി മാത്രം കിട്ടിയാൽ മതി, സീക്വൻസ് മാത്രം കിട്ടിയാൽ മതി. അതിനകത്ത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് കൊടുക്കാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് അതിന്റെ അൾജിബ്ര കണ്ടുപിടിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി pn² + qn ആണെങ്കിൽ d കാണാൻ 2p, f കാണാൻ p+q. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ എന്തുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, അത് ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതായത് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻ. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ ഒരു ബീജഗണിത രൂപം nth ടേം തന്നിട്ടുണ്ട്. നമ്മളൊരു ചോദ്യം ഡി കാണാനാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഡി എവിടെയായിരുന്നു, എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാണോ അതാണെന്ത് ഡി. അപ്പോൾ എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാ, 2. അപ്പോൾ ഡി കിട്ടി. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ 2 + 3 എത്ര വരും, 5. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അടുത്തത് 20ാമത്തെ ടേം. 20ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ എന്നിന് പകരം 20 കൊടുക്കുക. അപ്പോൾ 2 × 20 + 3. അപ്പോൾ 2 × 20 എത്രയാ, 40. 40 × 3 = 43. 20ാമത്തെ ടേം. പ്രശ്നമില്ലാലോ, എളുപ്പമല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ശ്രേണിയാണ് തന്നത്, സീക്വൻസ് ആണ് തന്നത്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എത്രയാ, 4. f = 4. ഡി എത്രയാ, 10 4 കുറച്ചാൽ 6. അത് രണ്ടും കിട്ടി. ഇനി xn കാണണം. xn കാണാൻ ഏതാണ് ഇക്വേഷൻ, xn കാണാൻ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് dn + f - d. dn + f - d. 6n + f എത്രയാ, 4 - 6. സോ 6n + 2 പ്ലസ് അല്ല -2. ഇവിടെ 4 - 6 -2. അപ്പോൾ അതും കിട്ടി. ഇനി 25ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ 25 കൊടുത്താൽ മതി. അപ്പോൾ x 25 = 6 × 25 - 2. 6 × 25 എത്രയാ, 150. 150 2 പോയാൽ 148. ബുദ്ധിമുട്ടില്ലാലോ. ആദ്യത്തെ സെക്ഷനിലെ 2 ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഡീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4th ടേം 19, 10th ടേം 43. 4th ടേം 19, 10th ടേം 43. നമുക്ക് ഡി കാണണം. എങ്ങനെ ഡി കാണാം, ഡി = നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, TD/PD. അപ്പോൾ എങ്ങനെ വരും, 43 43 - 19 43 - 19 10 - 4. 43 19 പോയാൽ എത്രയാ 24/6. ആൻസർ എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ഡി കിട്ടി. പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണേ കുറയ്ക്കേണ്ടത്, അല്ലാണ്ട് മാറ്റി കുറയ്ക്കണം. ഒരേ രീതിക്ക് കുറയ്ക്കുക. ഇവിടുത്തെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, ഈ നമ്പറിൽ നിന്ന് ഇത് കുറയ്ക്കുക. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇനി നമുക്ക് ആരെ കാണണം, x1 കാണണം. x1 കാണാൻ ഇവിടെ ആരെല്ലാം തന്നിക്കും, നമുക്ക് x4 തന്നിക്കും. x4 എത്ര കുറച്ചാൽ x1 കിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. x4 4 1 കുറച്ചാൽ 3, അപ്പോൾ 3D. അപ്പോൾ x4 = 19 - 3 × 4. ദാറ്റ് ഈസ് 19 - 12. ആൻസർ ഈസ് 7. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ബുദ്ധിമുട്ടില്ലാലോ. ഇത് എപ്പോൾ തന്നെയാണ് x1 ആണ് കാണണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്ന സംഖ്യ ഏതാണോ അതെടുത്ത് എഴുതുക. അതിൻ്റെ അകത്ത് എത്ര കുറച്ചാൽ 1 കിട്ടും. ഇവിടെ ഇപ്പോൾ 5 ആണെങ്കിൽ 4D ആവേണ്ടത്, 6 ആണെങ്കിൽ 5D ആവേണ്ടത്, അങ്ങനെ എഴുതുക. എന്നിട്ട് കുറയ്ക്കും. ഇനി ലാസ്റ്റ് xn. അപ്പോൾ ഡയറക്റ്റ് ചെയ്താലോ,
ഡി 4 ആണ്. അപ്പൊ 4n പ്ലസ് 7 മൈനസ് 4 3. അപ്പൊ ഇതാണെന്ത് ഇതിന്റെ ഓൾജിബ്ര. ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടേം ഇതിൻ്റെ അകത്ത് ഉണ്ടോ, നമ്മൾ ഹരിച്ചു നോക്കുന്ന സാധനം അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയത്, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വി ഗോട്ട് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3, റിമൈൻഡർ 3. ഡിവൈഡ് ചെയ്യുന്ന 4 കൊണ്ടാണ്, റിമൈൻഡർ 3 ആണ്. എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏതാ നോക്കാം നമ്മൾ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടുന്ന ഫസ്റ്റ് നമ്പർ ഏതാ നോക്കാം. 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ ഫസ്റ്റ് എവിടുന്ന തുടങ്ങുന്നത്? 10 ആ 10 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 2 8. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 2. നമുക്ക് റിമൈൻഡർ എത്ര വേണം? 3 വേണം. അപ്പോൾ ഇവിടെ 1 കൂട്ടിയാൽ പോരെ? ഇവിടെ 1 കൂട്ടുമ്പോൾ ഇവിടെ 1 കൂട്ടാം. അപ്പോൾ 11 ആയിരിക്കും. അപ്പോൾ x1 എന്ന് പറയുന്നത് 11. ഇനി നമ്മൾ xn കാണാം. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 99 ആണ്. അത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ അത് റെഡിയാ. 3 തന്നെയാണ് റിമൈൻഡർ വരും. അപ്പോൾ xn എന്ന് പറയുന്നത് എന്താ? 99. x1 കിട്ടി, xn കിട്ടി. നമുക്ക് ഇനി ആരെ വേണം? d കിട്ടണം. d എന്ന് പറയുന്ന ഏത് സംഖ്യയാണോ ഹരിക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് d. നമ്മൾ ഇക്വേഷൻ എന്തായാലും n കാണാൻ n is equal to xn minus x1 by d plus 1. xn 99 minus 11 by d എത്രയാ? 4 plus 1. 88 by 4 plus 1 that is equal to 23. സിമ്പിൾ ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമും കാണുക, ലാസ്റ്റ് ടേമും കാണുക, കോമൺ ഡിഫറൻസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ അറിയാൻ കൊടുത്താൽ മതി. ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടക്ക സംഖ്യ എന്നുള്ളതിനടുത്ത് 3 അക്ക സംഖ്യ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യുക. ശിഷ്ടം എത്രയാണോ അതിനനുസരിച്ചുള്ള ശിഷ്ടം നമ്മൾ ഒപ്പിക്കണം. ഇവിടെ 2 കിട്ടി, 10 വരുമ്പോൾ 2, അപ്പോൾ 11 വരുമ്പോൾ 3 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 11 എടുത്ത്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അതായത് ഒരു 5 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. കുറച്ച് ലെങ്ത് ആണ്, അതേപോലെ തന്നെ കുറച്ച് ടഫും ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ 15 ടേംസിന്റെ സമ്മ് 570 ആണ്. അതേ അടുത്ത സീക്വൻസിലെ 20 ടേംസിന്റെ സമ്മ് 960 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളോട് 15 തന്നിക്ക്. അപ്പോൾ 8 എന്ന് പറയുന്ന 15ന്റെ എന്താണ്? മിഡ് പോയിന്റ്, മിഡ് ടേം. അപ്പൊ x8 ആണ് കാണാൻ നമ്മളോട് പറയുന്നത്. x8 എന്ന് പറഞ്ഞാൽ മിഡ് ടേം ആണ്. മിഡ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സം ബൈ നമ്പർ. 15 ടേമിന്റെ സം ആണ് എത്ര? 570. അപ്പോൾ x8 കാണാൻ എന്ത് ചെയ്താൽ മതി? 570 by 15 എത്ര കിട്ടും? 570 by 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 45 120 എന്ന് പറയുമ്പോൾ 38. x8 38. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയ 38. അടുത്ത ചോദ്യം നോക്കിയേ, x1 പ്ലസ് x20. ഇവിടെ വേറൊരു കാര്യം തന്നെങ്കിൽ s20 960 ആണെന്ന് പറഞ്ഞെങ്കിൽ, അപ്പോൾ 20 ടേമിന്റെ സമ്മ് 960 ആ. 20 ടേമിന്റെ സമ്മ് 960 ആണ്. 20 ടേം എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ടാവും? ഈവൺ നമ്പർ അല്ലേ? എത്ര പേരുണ്ടാവും? അതിന്റെ പകുതി പേരുണ്ടാവും. 20 ടേം ആകുമ്പോൾ 10 പേരുണ്ടാവും. 10 പേരിന്റെ സമ്മ് 960. അപ്പോൾ ഒരു പേരിന്റെ സമ്മ് എത്രയാ? 10 പേരാകുമ്പോൾ 960 ആണ്. അപ്പോൾ ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 960 ഡിവൈഡഡ് ബൈ 10 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 96. അതായത് ഫസ്റ്റ് ടേമും 20 ടേമും പെയറിൽ ഒരു ടേമാ, ഒരു ഭാഗം, ഒരു പെയർ അതാ x1 പ്ലസ് x20. അത് എത്രയാ? 96. അത് കിട്ടി. ഇനി നമ്മൾ അടുത്ത ചോദ്യം 18ാമത്തെ ടേം. അതാണ് എല്ലാവരെയും കുഴപ്പിക്കുക. ഇതായിരുന്നു ഒരു 18 വന്നല്ലേ? ശരിക്കും 18 അല്ലല്ലോ, 8ന്റെ കൂടെ വരുന്ന 13 ആയിരിക്കും. അപ്പൊ 13 അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ ചോദ്യം 18ാമത്തെ ടേമാണ്. അത് നോക്കിക്കോളാം, അങ്ങോട്ട് നോക്കിക്കോളേ. 20 ടേമിന്റെ സമ്മ് വരുന്നത് 960. 20 ടേമിന്റെ സമ്മ് വരുന്നത് 960. 15 വരെയുള്ള ടേമിന്റെ സമ്മ് വരുന്നത് 570. അപ്പൊ ഇവിടെ 16 17 18 19 20 ഈ 5 ടേമിന്റെ സമ്മ് എത്രയായിരിക്കും? അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 960 570 കുറച്ചാൽ മതി. അപ്പോൾ 960 570 കുറയുമ്പോൾ 390 എന്നൊരു സാധനം കിട്ടും. 390. ഈ 5 ടേമിന്റെ സമ്മ് 390 ആണ്. 5 ടേമിന്റെ സമ്മ് 390. അതിൽ മിഡ് ടേം ആണ് ആര്? 18. അപ്പൊ x18 കാണാൻ എന്ത് ചെയ്താൽ മതി? 390 by 5 ചെയ്താൽ മതി.
ആൻസർ 78 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 78 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? ഇത് 96 ആണെന്ന് കിട്ടി, ഇത് 78 ആണെന്ന് കിട്ടി. പ്രശ്നമില്ലല്ലോ. ലാസ്റ്റ് ചോദ്യം എന്താ? ഡിയാ. ഡി കാണാൻ 8ഉം 18ഉം കിട്ടി, 2 ടേം തന്നി. അപ്പൊ ഡി കാണാലോ. ഡി കാണാൻ എങ്ങനെയാ? 78 മൈനസ് 38 ബൈ 18 മൈനസ് 8. ദാറ്റ് ഈസ് 40/10. 40/10. ആൻസർ എത്ര വരും? 4. ഡി എന്ന് പറയുന്ന 4. വളരെ എളുപ്പമാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓഡ് നമ്പർ തന്നാൽ നമ്മൾ അങ്ങനെ തന്നെ മാത്രം ആലോചിച്ചാൽ മതി. എന്ത്? അതിന്റെ മിഡ് ടേം 15 ആയതുകൊണ്ട് അതിന്റെ മിഡ് ടേം 8. ആ മിഡ് ടേം എങ്ങനെയാ കിട്ടുന്നത് പറഞ്ഞാൽ 15 ആണല്ലോ. 15ന്റെ തൊട്ടടുത്ത് നോക്കിയാൽ 16. 16ന്റെ പകുതി ഏതാ നോക്കിയാൽ മതി? 8. ഇനി ഈവൺ നമ്പർ ആ തരുന്ന വെച്ചാൽ അവിടുത്തെ പെയർ നോക്കുക. അതിൽ ഒരു പെയർ എന്തായാലും ഒന്നാമത്തെ ടേം ലാസ്റ്റ് ടേം ആയിരിക്കും. ഇവിടെ 20 ടേം ആകുമ്പോൾ ഫസ്റ്റ് 20 വരിക. ആ പെയർ ഉണ്ടാവും. ഇനി ഇത് കാണുന്ന ഈ ഒരു സാധനം ചെറിയൊരു ഐഡിയ കൊടുത്താൽ മതി. പൊതുവേ 8 വന്നാൽ 13 ആണ് അതിന്റെ പെയർ വരിക. അങ്ങനെ ചോദിക്കാം. ഓക്കെ. ഇനി ഡി കാണാനുള്ള ഇക്വേഷൻ പ്രശ്നമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യനായി. ഇനി നമുക്ക് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും പിന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പറയാം. ഇനി സമ്മിന്റെ ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ചെയ്തില്ലാലോ എങ്ങനെയാണ് സമ്മ് കാണുക എന്നുള്ളതും എത്ര ടേമിന്റെ സമ്മ് കാണാം, അതിന്റെ അൾജിബ്ര കാണാം, എല്ലാം കൂടി അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം സമ്മുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, അരിത്തമെറ്റിക് സീക്വൻസിന്റെ സീക്വൻസ് എന്നത് 5, 9, 13 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ SN കാണാനാണ്, അടുത്ത ക്വസ്റ്റ്യൻ S20 കാണാനാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻസ് കാണാൻ. അപ്പോൾ SN കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കുക? d/2n² പ്ലസ് f മൈനസ് d/2 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞ എന്ത്? സമ്മിന്റെ അൾജിബ്ര ആണോ ചോദിക്കുന്നത്, ഈ ഇക്വേഷൻ കൊടുത്തുവിടും. ഇനി ഇവിടെ ഡി അറിയണം. ഡി എത്രയാ? ഡി 4 ആണ്, f 5 ആണ്. അപ്പൊ ഇതിനകത്ത് കൊടുക്കുമ്പോൾ 4/2n² പ്ലസ് 5 മൈനസ് 4/2n എങ്ങനെ വരും? 2n² പ്ലസ് 5 മൈനസ് 2 എന്നാ വരും. 2n², 4/2 2 അല്ലേ? 2n² പ്ലസ് 5 4/2 എന്നാണ്. ഇത് 2. 5 മൈനസ് 2 എത്രയാ? 3n. അപ്പൊ നമുക്ക് അതിന്റെ അൾജിബ്ര കിട്ടി. ഇനി 20 ടേമിന്റെ സമ്മ്. 20 ടേമിന്റെ സമ്മ് നമുക്ക് ഏറ്റവും എളുപ്പം ഇവിടെ കൊടുത്താൽ മതി. ഈ n-ന് 20 കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു മെത്തേഡ് ചെയ്യാം. ഇനി ഈ അൾജിബ്ര ചോദിക്കാണ്ടാവുന്ന വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അത് നമുക്ക് ആലോചിക്കണ്ടേ. അപ്പൊ S20 കാണാൻ എന്ത് ചെയ്യാം? S20 സമം ഇതിൽ കൊടുത്താൽ മതി. ഏതാണ് എളുപ്പം? പക്ഷെ ഞാൻ മറ്റേ മെത്തേഡ് കൂടി പറയുന്നതാണ്. S20 കാണാൻ എന്ത് ചെയ്താൽ മതി? 20/2 ഇൻറ്റു ഒന്നുകിൽ നമുക്ക് x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ഉപയോഗിച്ചുകൂടാ. ഞാനിപ്പോൾ ശ്രേണി മാത്രം തന്നതിനെ കൊണ്ട് നമുക്ക് ആ 2fന്റെ ഇക്വേഷൻ എളുപ്പം. അതായത് 2 ഇൻറ്റു f ഫസ്റ്റ് ടേം 5 പ്ലസ് 19 n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 19 അല്ലേ, ഇൻറ്റു d എത്രയാ? 4. അപ്പോ 10 ഇൻറ്റു 10 പ്ലസ് 19 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 76. ദാറ്റ് ഈസ് 816 ആൻസർ കിട്ടും. നിങ്ങളത് ഇതിൽ കൊടുത്താൽ 816 കിട്ടും. നോക്കിയോ, 2 ഇൻറ്റു 20² പ്ലസ് 3 ഇൻറ്റു 20. 20ന്റെ സ്ക്വയർ എത്രയാ? എന്നിന്റെ പകരം ഞാൻ 20 കൊടുത്ത്. 20 ടേമിന്റെ സമ്മാണല്ലോ. 20ന്റെ സ്ക്വയർ എത്രയാ? 400. 400 ഇൻറ്റു 2 800 പ്ലസ് 3 ഇൻറ്റു 2 60. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര തന്നെയാ? 860. അപ്പൊ അതായല്ലോ. അത് നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കട്ടോ. നിങ്ങൾ ഇവിടെ 20ാമത്തെ ടേം കാണാം, എന്നിട്ട് x1 പ്ലസ് x20 വെച്ച് കാണാം. ഒരു പ്രശ്നമില്ല, ആൻസർ കിട്ടും. ഇനി ഇവിടുത്തെ അടുത്ത ചോദ്യം നോക്കി, അതാണ് പ്രധാനപ്പെട്ട സാധനം. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസിന്റെയും സം ഓഫ് നെക്സ്റ്റ് 20 ടേംസിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയോ? ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കാണും, എന്നിട്ട് അത് കഴിഞ്ഞെടുത്ത് അടുത്ത 20 ടേമിന്റെ സമ്മ് കാണും, എന്നിട്ട് അത് തമ്മിൽ കുറയ്ക്കും. ചിലർ ആദ്യത്തെ 20ന്റെ കാണും, 40ന്റെ കാണും, 40 ഇത് കുറച്ച് മറ്റേന്ന് അത് കുറയ്ക്കും. ഇതിനൊന്നും പോണ്ട. ഈ രണ്ടും 20 കേസ്. n സെയിം ആണെങ്കിൽ അവിടെ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ n²d എന്നാണ്. n ഇവിടെ 20 അല്ലേ? അപ്പോൾ 20² ഇൻറ്റു d 4. ദാറ്റ് ഈസ് 1600 എന്ന് വരും. 400 ഇൻറ്റു 4 1600. ഇത്രയും സിമ്പിളാണ്. വെറുതെ കാർഡ് കയറി പോകണ്ട, സിമ്പിളായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മളെ പാഠത്തിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും
പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിളായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്. ഇത് വേണമെങ്കിൽ ടൈറ്റ് ആക്കട്ടോ, പക്ഷേ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട്, റിവിഷൻ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് ചാപ്റ്റർ കംപ്ലീറ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്, വരാവുന്ന എല്ലാ ഇക്വേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കുകയും നമുക്ക് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് റിവിഷൻ. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ 6 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റും ആ ഇക്വേഷൻസും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അകത്തുനിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരൊറ്റ മാർക്ക് നിങ്ങൾക്ക് പോകില്ല. കൃത്യമായിട്ട് പഠിക്കുക. ഈ ക്ലാസ് ഒന്ന് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇതാക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ക്ലാസ് ഇടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിന്റെ റിവിഷനായിട്ട് നമുക്ക് വരാം. അതുവരെ ഗുഡ് ബൈ.